നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗം വ്യാപകമെന്ന് നടൻ ഷൈൻ ടോം ചാക്കോ. അറിയപ്പെടുന്ന പല നടന്മാരും ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് പോലീസിന് മൊഴി നൽകി. ഷൈനിന്റെ മൊഴി വിശദമായി പോലീസ് പരിശോധിക്കും. രാസപരിശോധനാ ഫലം പോസിറ്റീവായാൽ കൂടുതൽ വകുപ്പ് ചുമത്തിയേക്കും. ഷൈൻ നാളെ വീണ്ടും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. ലഹരിക്കെതിരെ എക്സൈസ് വകുപ്പ് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുമെന്ന് മന്ത്രി എം പി രാജേഷ്. വിൻസി അലോഷ്യസുമായി സംസാരിച്ചു. അവർക്ക് എല്ലാ പിന്തുണയും നൽകും. സിനിമയിൽ അവർ മാറ്റി നിർത്തപ്പെടുന്നില്ലെന്ന് സഹപ്രവർത്തകർ ഉറപ്പാക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി. സിനിമയിലെ ലഹരി വിവാദവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിച്ചു നടൻ ഉണ്ണി മുകുന്ദൻ. നടിമാർ പരാതിയുമായി വരുന്നത് നല്ല കാര്യമാണെന്ന് ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. അത് വ്യക്തിപരമായ വിഷയം കൂടിയാണ്. ലഹരി ഉപയോഗം എല്ലാ മേഖലകളിലുമുണ്ട്. സിനിമാ മേഖലയാകുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നുവെന്നും ഉണ്ണി മുകുന്ദൻ. വിൻസിയുടെ പരാമർശം തള്ളി സൂത്രവാക്യം സിനിമയുടെ സംവിധായകൻ. ഷൈനിന് വേണ്ടി താൻ മാപ്പ് പറഞ്ഞിട്ടില്ലെന്ന് യൂജിൻ ജോസ് ചിറമേൽ. വിൻസി പറഞ്ഞതുപോലെ ഷൂട്ട് മുടങ്ങിയിട്ടില്ലെന്ന് സംവിധായകൻ. ഷൈനിന്റെ കണ്ണ് വീങ്ങിയതിനാൽ ഷൂട്ട് മുടങ്ങിയെന്ന ആരോപണം. സംവിധായകന്റെ പ്രതികരണം ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ. കാസർഗോഡ് കാഞ്ഞിരത്തുങ്കലിൽ ലഹരിക്കടിമയായ യുവാക്കളുടെ ആക്രമണത്തിൽ പോലീസുകാരനുൾപ്പെടെ 2 പേർക്ക് കുത്തേറ്റു. ജിഷ്ണു, വിഷ്ണു എന്നിവരാണ് ആക്രമണം നടത്തിയത്. ഇരുവർക്കുമെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. പ്രതികൾക്കായി തിരച്ചിൽ തുടരുകയാണ്. തൃക്കാക്കരയിലെ ലഹരി വ്യാപനം തടയാൻ സ്ക്വാഡ് രൂപീകരിക്കാൻ ഒരുങ്ങി നഗരസഭ. റെസിഡൻസ് അസോസിയേഷനുകൾ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തൃക്കാക്കരയിൽ ലഹരി കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. ലഹരിക്കെതിരെ കൈകോർത്ത് സിനിമ ടെലിവിഷൻ രംഗത്തുള്ളവർ. കളമശ്ശേരി സെന്റ് പോൾസ് കോളേജ് ഗ്രൗണ്ടിൽ ആരംഭിച്ച ബ്രാഞ്ച് എക്സ് CCF പ്രീമിയർ ലീഗിന്റെ ഭാഗമായാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന അഭിനേതാക്കളും ടെക്നീഷ്യന്മാരും ലഹരിക്കെതിരെ കൈകോർത്തത്. ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത കേരള രഞ്ജി ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ സച്ചിൻ ബേബി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മണ്ണാർക്കാട് തെങ്കര വില്ലേജ് ഓഫീസിന് സമീപത്തെ കടയിൽ നിന്നും MDMA പിടികൂടി. ജില്ലാ ഡാൻസ് ഓഫ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് 2 ഗ്രാം MDMA പിടികൂടിയത്. സംഭവത്തിൽ പെരിന്തൽമണ്ണ ഏലക്കുളം സ്വദേശി മുസ്തഫ പിടിയിലായി. കോടശ്ശേരിയിൽ വാക്കുതർക്കത്തെ തുടർന്ന് യുവാവിനെ അയൽവാസി വെട്ടിക്കൊലപ്പെടുത്തി. കോടശ്ശേരി സ്വദേശി ഷിജുവാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഷിജുവിന്റെ അയൽക്കാരനായ അന്തോണിയെ വെള്ളിക്കുളങ്ങര പോലീസ് കസ്റ്റഡിയിലെടുത്തു. അയൽവാസികളായ ഷിജുവും അന്തോണിയും തമ്മിലുണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിച്ചെന്ന് പോലീസ് വ്യക്തമാക്കി. കോഴിക്കോട് ഷഹബാസ് കൊലപാതകത്തിൽ പ്രതികളുടെ രക്ഷകർത്താക്കളെ പ്രതി ചേർക്കില്ല. അടുത്ത മാസം കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. മെയ് അവസാനത്തോടെ ഇവർക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് ഒഴിവാക്കാനാണ് തീരുമാനം. നിലവിൽ 6 വിദ്യാർത്ഥികളാണ് കുറ്റാരോപിതരായി വെള്ളിമാട് കുന്നിലെ ഒബ്സർവേഷൻ റൂമിൽ കഴിയുന്നത്. കോഴിക്കോട് ഫാറൂഖിൽ അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് മോഷണം. 1 ലക്ഷം രൂപയും 11 മൊബൈൽ ഫോണുകളും കവർന്നു. ചന്തക്കടവിലാണ് മോഷണം നടന്നത്. മോഷണം നടന്നതിന്റെ തലേ ദിവസം പ്രതി സ്ഥലത്തെത്തിയ CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടറാണെന്ന് പരിചയപ്പെടുത്തിയാണ് മോഷ്ടാവ് സ്ഥലത്തെത്തിയത്. CCTV ദൃശ്യം കേന്ദ്രീകരിച്ച് പോലീസ് പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം അമ്പലമുക്ക് വിനീത വധക്കേസിൽ പ്രതിക്ക് എന്ത് ശിക്ഷ നൽകുമെന്ന് ഉറ്റുനോക്കുകയാണ് സമൂഹം. കേസ് നാളെ വീണ്ടും കോടതി പരിഗണിക്കും. സ്വർണ്ണാഭരണത്തിനു വേണ്ടി വിനീതയെ അതിക്രൂരമായി കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. തമിഴ്നാട് സ്വദേശിയായ പ്രതി നേരത്തെയും 3 കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓഹരി വിപണിയിൽ പണം നിക്ഷേപിക്കുന്നതിന് വേണ്ടിയായിരുന്നു കൊലപാതകങ്ങൾ എല്ലാം പ്രതി നടത്തിയത്. കേരള പോലീസ് സമർത്ഥമായ നീക്കത്തിലൂടെയാണ് പ്രതിയെ വലയിലാക്കിയത്. തിരുവനന്തപുരത്ത് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതി വീണ്ടും പിടിയിലായി. വെഴിഞ്ഞം സ്റ്റേഷൻ പരിധിയിൽ മോഷണ കേസിൽ അറസ്റ്റിലായ താജുദ്ദീനാണ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. കോടതിയിൽ ഹാജരാക്കിയ ശേഷം ജയിലിലേക്ക് എത്തിക്കുന്നതിനിടയിൽ പ്രതി കടന്നുകളയുകയായിരുന്നു. ഇടപാടുകാരനെ ഭീഷണിപ്പെടുത്തി 6 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട മാവേലിക്കര കാനറ ബാങ്കിന്റെ കൺകറന്റ് ഓഡിറ്റർ വിജിലൻസിന്റെ പിടിയിൽ. കാട്ടാക്കട സ്വദേശി സുധാകരനാണ് പിടിയിലായത്. 10ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയെ ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞ യുവാക്കൾ വെള്ളറട പോലീസിന്റെ പിടിയിൽ. 10ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയെ ഫോണിൽ വിളിച്ച് നിരന്തരമായി ശല്യം ചെയ്ത കുന്നത്തുകാൽ മൂവേര സ്വദേശി സച്ചു എന്ന് വിളിക്കുന്ന സജിൻ നാറാണി, കോട്ടുകോണം സ്വദേശി അനന്തു എന്നിവരാണ് വെള്ളറട പോലീസിന്റെ പിടിയിലായത്. കണ്ണൂരിൽ ക്ഷേത്രോത്സവത്തിനിടെ ചെഗ്വേരയുടെ പതാകയും വിപ്ലവ ഗാനവും. കല്ലിക്കണ്ടി കാവുകുന്നത്ത് മൊയിലോം ഭഗവതി ക്ഷേത്രോത്സവത്തിലാണ് CPM പ്രവർത്തകർ ചെഗ്വേരയുടെ ചിത്രമുള്ള കൊടി വീശിയത്. ഉത്സവത്തിന്റെ ഭാഗമായ ഘോഷയാത്രയ്ക്കിടെയായിരുന്നു ആഘോഷം.
മലയാള സിനിമയിൽ ആർക്കും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നവർ അസത്യം പറയുകയാണെന്ന് പ്രശസ്ത നടി ഉർവശി. സത്യം തുറന്നു പറയുന്നവരോട് പരിഭവിച്ചിട്ട് കാര്യമില്ല. കൺസെന്റോടുകൂടി നടക്കുന്ന കാര്യങ്ങളും ബലപ്രയോഗവും രണ്ടാണ്. അത് മനസ്സിലാകാത്തപ്പോഴാണ് പരാതികൾ ഉയരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താരസംഘടനയടക്കം ശക്തമായ നിലപാടെടുക്കണമെന്ന അഭിപ്രായത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ഉർവശി പറഞ്ഞു. ന്യൂസ് 18 Q18 ഉർവശിയുടെ പ്രതികരണം. വ്യാജ മരണ വാർത്തയിൽ രസകരമായ പ്രതികരണവുമായി പ്രശസ്ത ഗായകൻ ജി വേണുഗോപാൽ. ഒരു വർഷത്തിനുള്ളിൽ 2 പ്രാവശ്യവും മരണം തേടിയെത്തിയ വ്യക്തിയായി താൻ മാറി. ഇനി ഉടനെ ഒന്നും താൻ മരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന പത്രസമ്മേളനം നടത്തണോ എന്ന് നിങ്ങൾ ഉപദേശിക്കണമേ എന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ജി വേണുഗോപാൽ പറയുന്നു. വ്യാജ മരണ വാർത്ത പ്രചരിച്ച വീഡിയോയുടെ സ്ക്രീൻഷോട്ടും വേണുഗോപാൽ പങ്കുവച്ചു. പത്തനംതിട്ട കോന്നി ഇളകൊള്ളൂരിൽ വീടിന് തീപിടിച്ച് യുവാവ് മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ്. മകന്റെ മുറിയിൽ നിന്നാണ് ആദ്യം തീ ഉയർന്നതെന്ന് മഹേഷിന്റെ മാതാവ് വനജ പോലീസിന് മൊഴി നൽകി. അതേസമയം മഹേഷിന്റെ വീട്ടിൽ മദ്യലഹരിയിൽ ഇന്നലെയും കുടുംബകലഹവും ഉണ്ടായതായി അയൽവാസികൾ പറഞ്ഞു. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ യേശുദേവന്റെ ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുന്നു. പ്രത്യാശയുടെ സന്ദേശമാണ് ഓരോ ഈസ്റ്ററും നൽകുന്നത്. വിവിധ ദേവാലയങ്ങളിൽ ഉയർപ്പ് ശുശ്രൂഷകൾ നടന്നു. ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഹരിച്ച് പ്രത്യാശ പകരണമെന്ന ഈസ്റ്റർ ദിന സന്ദേശത്തിൽ ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ. മുഖം തിരിക്കുന്ന സർക്കാരിന്റെ നടപടി പുനഃപരിശോധിക്കണം. മുൻപത്തെ ജനതയ്ക്ക് പ്രത്യാശയുണ്ടാകണം. മലയോര കർഷകരും തീരദേശ ജനതയും ദുരിതങ്ങളുടെ തടവറയിലെന്നും പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ. വഖഫ് നിയമത്തെ പിന്തുണച്ച് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ജനങ്ങൾക്ക് ഉപകരിക്കുമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാർ മുനമ്പം വിഷയം പരിഹരിക്കാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഈസ്റ്ററിനോടനുബന്ധിച്ച് അരമനകളിലേക്കും ക്രൈസ്തവ ഭവനങ്ങളിലേക്കും നടത്തിവന്നിരുന്ന സ്നേഹയാത്രയ്ക്ക് പകരം ക്രൈസ്തവ ദേവാലയങ്ങൾ സന്ദർശിച്ച് BJP നേതാക്കൾ. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം പാളയം ലൂർദ് ഫൊറോന പള്ളിയിലെത്തി കർദിനാൾ മാർ ആലഞ്ചേരിയെ സന്ദർശിച്ചു. വിവിധ ക്രൈസ്തവ ദേവാലയങ്ങൾ സന്ദർശിക്കാൻ ജില്ലാ അധ്യക്ഷന്മാർക്ക് BJP നേതൃത്വം നിർദ്ദേശം നൽകി. മുനമ്പം ഭൂമി പ്രശ്നം പരിഹരിക്കുന്നത് ആരെന്ന് കാത്തിരുന്നു കാണാമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വഖഫ് നിയമം നടപ്പിലാക്കുമ്പോൾ മുനമ്പത്തെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്നാണ് തന്റെ വിശ്വാസം. കിരൺ റിജിജു പറഞ്ഞത് സതുദ്ദേശത്തോടെയാണ് കാണുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ചേറ്റൂർ ശങ്കരൻ നായരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഒറ്റപ്പാലത്തെ വീട്ടിലെത്തിയാണ് സുരേഷ് ഗോപി കുടുംബാംഗങ്ങളെ കണ്ടത്. ചേറ്റൂർ ശങ്കരൻ നായരെ കോൺഗ്രസ് അവഗണിച്ചെന്ന ആരോപണം BJP ശക്തമാക്കുന്നതിനിടയിലാണ് കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ, ശംഖു ടി ദാസ്, ജില്ലാ അധ്യക്ഷന്മാരായ പ്രശാന്ത് ശിവൻ, P വേണുഗോപാൽ എന്നിവർക്കൊപ്പമാണ് ചേറ്റൂരിന്റെ കുടുംബാംഗങ്ങളെ കേന്ദ്രമന്ത്രി സന്ദർശിച്ചത്. പൂർണ്ണമാകും.